നമസ്കാരം. മുംബൈ മലയാളി ഗായകരുടെ ഈണങ്ങൾ ആസ്വദിക്കാനായി കാത്തിരിക്കുന്ന ഓരോ പ്രേക്ഷകരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ടു അംചി മുംബൈ കാ അപ്നാ റിയാലിറ്റി ഷോ ഗുഡ് വിൻ ഗോൾഡൻ വോയിസ് 2016. കഴിഞ്ഞ കുറെ ഘട്ട മത്സരങ്ങൾക്ക് ശേഷം ഒരു എലിമിനേഷനും പിന്നിട്ട ശേഷം മികച്ചതിൽ മികച്ചവരായ 12 ഗായകരാണ് നമുക്കിപ്പോൾ ഈ വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. അതിൽ നിന്നും ഒരു വിന്നറെ കണ്ടെത്തുക, അതാണ് നമ്മുടെ ഈ ഒരു യാത്രയുടെ മെയിൻ മോട്ടീവ്. അതിനായി നമ്മളെ ഇവിടെ സഹായിക്കാൻ എത്തിയ നമ്മുടെ പ്രഗത്ഭരായ വിധികർത്താക്കളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ കാവാലം ശ്രീകുമാർ, ശ്രീമതി പ്രീത കണ്ണൻ. യോർ ചോയ്സ് റൗണ്ടിൽ അടുത്തതായി ജാനകി അമ്മയുടെ മനോഹരമായ ഒരു ഗാനവുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു അമൃത. ഹലോ അമൃത. ഹലോ. എലിമിനേഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോ കോൺഫിഡന്റ് ആയി വന്നോ? അതെ അല്ലേ? അപ്പൊ ഇനി നെക്സ്റ്റ് എലിമിനേഷൻ നിൽക്കുന്ന സമയത്ത് ഈ ഒരു അവസ്ഥയായിരിക്കരുത്, കോൺഫിഡന്റ് ആയിട്ട് നിൽക്കണം. ഞാൻ നന്നായി പാടി നല്ല മാർക്സ് കിട്ടിയിട്ടുണ്ട്, ഐ വിൽ ബി ഇൻ എന്ന രീതിയിൽ അല്ലേ? ഓക്കെ. അപ്പൊ ഇപ്പൊ ഏത് പാട്ടാണ് ജാനകി അമ്മയുടെ ഏത് പാട്ടാണ് പാടുന്നത് ഞങ്ങൾക്ക് വേണ്ടി? തുഷാര ബിന്ദുക്കളെ. ആരാ ഈ പാട്ട് സെലക്ട് ചെയ്തത്? സത്യൻ സാറാണ്. ഓക്കെ. ഇതേ പറയാനുള്ളൂ എല്ലാ കണ്ടസ്റ്റൻസിനും, 90% ഓഫ് ദി കണ്ടസ്റ്റൻസിന് തന്നെ പറയാനുള്ളൂ. അപ്പൊ എന്തായാലും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടാൻ സാധിക്കട്ടെ. तुषार
അമൃത, ഡുവറ്റ് റൗണ്ടിനെക്കാട്ടിലും കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയി പാടി എന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നി. ബാക്കി എന്താണെന്നുള്ളത് എക്സ്പേർട്ട് അഡ്വൈസ് അവിടുന്ന് കേൾക്കാം നമുക്ക്. ഓവർ ടു യു ജഡ്ജസ്. പ്രീത മാം. മോളെ തുടക്കം മോള് പാടിയ അത്രേ ഉള്ളൂ. മോൾ അവിടെ തന്നെ ആ സംഗതി ഫിക്സ് ചെയ്തു. അതില്ലായിരുന്നു. ഞാനിപ്പം പറയാൻ വേണ്ടി അതിൻ്റെ നന്നായി പാടി കേട്ടോ, നന്നായിട്ട് പാടി. ചെറിയ ചില പ്രോബ്ലംസ് ഉണ്ട്. ആ തുടക്കം അങ്ങനെയാണ്. ഇപ്പം നമ്മൾ കേട്ട് യൂസ്ഡ് ആയിട്ടുള്ള തുഷാര അത്രേ ഉള്ളൂ. അതിൽ ഡീറ്റെയിൽഡ് സംഗതിയിലേക്ക് പോകുന്നത് പിന്നീടാണ്. അതുപോലെ ഈ സാധനം വേറെ എന്തോ ആണ് മോള് പാടിയത്. ഒന്ന് പാടുമോ അത്? അതില്ല, അതില്ല, അത്രയില്ല. അത് നമ്മളുടെ കംഫർട്ടബിൾ സോണിൽ നിന്ന് നമ്മൾ ഫിക്സ് ചെയ്യുന്ന സംഗതിയാണ്. അതില്ല. ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കണേ. അത് കുറച്ച് കൂടുതലാണ് പാടിയത്. അങ്ങനെയാണെങ്കിൽ ഒറിജിനലിനെക്കാട്ടിലും ആ സംഗതി അവിടെ ഇല്ല. പിന്നെ അങ്ങനെ കുറച്ച് ക്രിസ്പി ആയിട്ടാണ് ജാനകിയമ്മ പാടി. മോള് പാടിയത് ഇങ്ങനെ എഴിച്ച്. അപ്പോൾ എക്സാക്ട്ലി നമ്മൾ ആ പാട്ടുകൾ പാടുമ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോപ്പി ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ചെറിയൊരു അഭിപ്രായം. കാരണം അതിൽ മാക്സിമം കൊടുക്കാനുള്ളത് കൊടുത്തു വെച്ചിരിക്കുകയാണ്. ദേ ആർ ഗോൾഡൻ മെലഡീസ് അല്ലേ. അപ്പം നമ്മുടേതായിട്ട് അതിലൊന്നും വേറെ ഇനി വെക്കണം. അതറിയാണ്ട് വന്നതാണ്. അങ്ങനെ ഒരു പഠിച്ചതിലൊരു പ്രോബ്ലമാണ്. അല്ലാതെ എല്ലാം ഓക്കെ ആയിരുന്നു. നല്ല ഹെവിയാണ് ഈ പാട്ട്, പക്ഷെ നന്നായി പാടി. താങ്ക് യു മാം. ശ്രീകുമാർ സർ. അമൃത നല്ലൊരു ടാലന്റഡ് സിംഗറാണ്, നോ ഡൗട്ട്. എസ്പെഷ്യലി ഈ ഒരു നല്ലൊരു പാട്ട് അതിൻ്റെ അനുപല്ലവി ഒക്കെ എങ്ങനെ കൊണ്ടെത്തിക്കും നമുക്ക്. കാരണം അത്ര നല്ല ഒരു ടാലൻ്റാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആദ്യം കേട്ടപ്പോൾ എങ്ങനെ ആദ്യ സംഗതിയൊക്കെ ഇപ്പം പാടി കേൾപ്പിച്ച സംഗതിയൊക്കെ മാറിയപ്പോൾ വിചാരിച്ചു ഈ എല്ലാ സംഗതി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ യു ഹാവ് എ ടാലൻറ്റ്. അത് എങ്ങനെ മോള് അതിനെ ഗ്രൂപ്പ് ചെയ്ത് എടുക്കുന്നതനുസരിച്ചിരിക്കും മോളുടെ ഭാവി. ദാറ്റ്സ് വെരി ക്രിട്ടിക്കൽ. ഓക്കെ, അതിന് ഈശ്വരൻ സഹായിക്കട്ടെ. നല്ല ഈ കേൾവി ജ്ഞാനം അത് അത്യാവശ്യമാണ്. അത് കേരളത്തിൽ ധാരാളം ഉണ്ട്. അത് വെള്ളിട്ട് പോയാൽ കുറവാണ്. അത് വരുത്തരുത്. അങ്ങനെ നമ്മളൊരു പെരുദൂഷ്യം വരുത്തരുത്. എല്ലാവരും കേൾക്കുക. എവിടെ യാത്ര പോകുമ്പോഴും ചെവിയിൽ വെച്ചുകൊണ്ട് കേട്ടോണ്ടിരിക്കുക. അതിൻ്റെ കൂടെ പാടുക. ജാനകിയമ്മയുടെ കൂടെ നമുക്ക് പാടാൻ പറ്റും. അല്ലെങ്കിൽ ചിത്ര ചേച്ചിയുടെ കൂടെ പാടാൻ പറ്റില്ലേ നമുക്ക്? അവരോട് നമ്മൾ സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല. അവരുടെ കൂടെ നമുക്ക് കേട്ടുകൊണ്ട് അങ്ങനെ പാടാം. അപ്പോൾ അത് നമുക്ക് ആ കേട്ട് പാടുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഈ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാൻ പറ്റും. സംഗതി ഒരേ സംഗതി ഇത് ഞാൻ ശരിയാണ് പാടുന്നതെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നും. പക്ഷെ അങ്ങനെയല്ല, വീണ്ടും കേൾക്കുക. അങ്ങനെ കേൾക്കാൻ ഇടവരട്ടെ നല്ല പാട്ടുകൾ കൂടുതൽ. താങ്ക് യു സർ. അമൃത നല്ല ഫീഡ്ബാക്ക് തന്നെയാണ്. ചെറിയ ചുട്ട പ്രോബ്ലംസ് അല്ലേ, അതൊന്നും കുഴപ്പമില്ല. അത് നമുക്ക് ശരിയാക്കി എടുക്കാം. എന്തായാലും ഈ ഒരു പെർഫോമൻസിന് എത്രയാ മാർക്സ് എന്ന് നമുക്കറിയാം. പ്രീത മാം 80. താങ്ക് യു മാം. ശ്രീകുമാർ സർ 79. താങ്ക് യു സർ. അമൃത ഫെയർലി ഗുഡ് മാർക്സ് ആണ്. അപ്പം എന്തായാലും ഇനിയും നന്നായി മുന്നോട്ട് പാടാൻ സാധിക്കട്ടെ. ഓക്കെ, ജഡ്ജസ് പറഞ്ഞ മാതിരി നല്ല രീതിയിൽ കേൾക്കുക, ഇനിയും ഡീറ്റെയിൽസ് നന്നായി പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നഗരത്തിന്റെ നേർക്കാഴ്ചകളുമായി മുംബൈ ഫാസ്റ്റ് ന്യൂസ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ മുംബൈയിൽ സാംസ്കാരിക സമിതിക്ക് രൂപരേഖയായി. കേരള സംഗീത അക്കാദമി പശ്ചിമ മേഖല സാംസ്കാരിക സമിതി രൂപീകരിച്ചു. വാശി കേരള ഹൌസിൽ നടന്ന യോഗത്തിന് കേരള സംഗീത അക്കാദമി സെക്രട്ടറി ഡോക്ടർ രാധാകൃഷ്ണൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മധു എന്നിവർ നേതൃത്വം നൽകി. പ്രവാസി മലയാളികൾക്കായി നടത്തിവരുന്ന പ്രവാസി അമച്വർ നാടക മത്സരം പുനരാരംഭിക്കുവാനും കൂടുതൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും യോഗത്തിൽ തീരുമാനമായി. മഹാരാഷ്ട്രയെ കൂടാതെ ഗുജറാത്ത്, രാജസ്ഥാൻ, ഗോവ ഉൾപ്പെടുന്ന പശ്ചിമ മേഖലയുടെ പ്രവർത്തനങ്ങൾക്കായി 45-അംഗ സമിതിയെയും തെരഞ്ഞെടുത്തു. സാംസ്കാരിക സമിതിയുടെ ചെയർപേഴ്സണായി കേളി രാമചന്ദ്രനെയും ജനറൽ കൺവീനറായി PD ജയപ്രകാശും ട്രഷററായി TN ഹരിഹരനെയും തെരഞ്ഞെടുത്തു. കൂടാതെ സുരേന്ദ്രബാബു, പ്രിയ വർഗീസ്, മുകുന്ദൻ മേനോൻ, വത്സൻ മൂർക്കോത്ത്, സുകേഷ് പൂക്കുളങ്ങര, ശങ്കരനാരായണൻ, ശശികുമാർ നായർ, രാജേഷ് നാരായണൻ, സുമാ മുകുന്ദൻ, നിഷ ഗിൽബർട്ട്, സിബി സത്യൻ, ഗിരീശൻ നായർ എന്നിവരടങ്ങുന്ന 15-അംഗ നിർവാഹക സമിതിയെയും യോഗം തിരഞ്ഞെടുത്തു. മാതൃകയായി ഹിൽ ഗാർഡൻ അയ്യപ്പ ഭക്തസംഘം താനയിലെ ആദിവാസി മേഖലയിലെ സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്താണ് ഭക്തസംഘം മാതൃകയായത്.
സർവശിക്ഷാ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി ഇത് 9ാമത്തെ വർഷമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ കുട്ടികൾക്ക് പഠനത്തിനായി സഹായം നൽകുന്നത്. ആദിവാസി മേഖലയിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കണക്കെടുത്ത് അവർക്കാവശ്യമുള്ള പഠനോപകരണങ്ങൾ സ്കൂൾ തുറക്കുന്നതോടനുബന്ധിച്ച് എത്തിച്ചു കൊടുക്കുകയാണ് ഹിൽ ഗാർഡൻ അയ്യപ്പ ഭക്തസംഘം ചെയ്യുന്നത്. 1 മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത്. ഇതോടനുബന്ധിച്ച് ലേണിംഗ് പഠന സംവിധാനം ഒരുക്കുന്നതിനായി സ്കൂളിൽ LED TVയും ഭക്തസംഘം നൽകുകയുണ്ടായി. താനെ സിറ്റിക്കുള്ളിൽ ഇങ്ങനെ ഒരു ആദിവാസി കൂട്ടായ്മ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. കഴിഞ്ഞ 9 വർഷമായിട്ട് ഞങ്ങൾക്ക് തുടർച്ചയായി ഈ സ്കൂളിലേക്ക് പുസ്തകങ്ങൾ കൊടുക്കാനും കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പ്രിൻസിപ്പളായിട്ട് കോൺടാക്ട് ചെയ്ത് അവർക്ക് ഓരോ ക്ലാസ്സിലും എത്ര കുട്ടികളുണ്ടെന്ന് അനുസരിച്ചിട്ട് അവർക്കുള്ള കുട്ടികൾ ഏതായാലും ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ്, 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളുണ്ട്. ഒരു കൊല്ലത്തേക്കുള്ള ഒന്നിച്ചൊരു ബണ്ടിലാക്കി ഓരോ കുട്ടികളുടെയും കയ്യിൽ കൊടുക്കുകയാണ് ഞങ്ങൾ പതിവ്. ഇത് തുടർച്ചയായി 9ാം വർഷം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അതുകൂടാതെ ഈ കൊല്ലം ലേണിങ്ങിന് വേണ്ടിയിട്ട് ഒരു TV അഭ്യർത്ഥിച്ചിരുന്നു. അത് ഞങ്ങൾക്കൊന്ന് കൊടുക്കാൻ സാധിച്ചു. സീവുഡ് മലയാളി സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ വിളപ്പിൽ വിഷന്റെ നാടകം അരങ്ങേറി. സീവുഡ് മലയാളി സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ വിളപ്പിൽ വിഷൻ നാടകശാലയുടെ ഒരു പ്രവാസിയുടെ മടക്കയാത്ര എന്ന നാടകം നടന്നു. യശശരീരനായ മധു വിളപ്പിൽ രചനയും സംവിധാനവും നിർവഹിച്ച ഈ നാടകം പ്രവാസിയുടെ ജീവിത നേർക്കാഴ്ചയുടെ പരിച്ഛേദമാണ്. അസ്തിത്വം തേടിയുള്ള ഒരു പ്രവാസിയുടെ മടക്കയാത്രയിൽ നേരിടേണ്ടി വരുന്ന വൈഷമ്യങ്ങളെ ഈ നാടകത്തിൽ വരച്ചു കാട്ടുന്നു. മധു വിളപ്പിലിന്റെ വേർപാടിന് ശേഷം ഉഷ മധുവാണ് വിളപ്പിൽ വിഷനെ മുമ്പോട്ട് നയിക്കുന്നത്. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നിറഞ്ഞ സദസ്സിലായിരുന്നു നാടകം അരങ്ങേറിയത്. സീവുഡ് മലയാളി സമാജം ഭാരവാഹികളായ VJ ഉണ്ണി, VR രഘുനന്ദൻ, രാജീവ് നായർ, രാജ A, ഭാഗ്യനാഥ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ നഗരമാണ് മുംബൈ. അതുകൊണ്ട് തന്നെ മുംബൈ നഗരജീവിതത്തിന്റെ ഊർജ്ജമാണ് ഇവിടുത്തെ വഴിയോര ചായക്കടകൾ. മിതമായ നിരക്കിൽ എളുപ്പത്തിൽ കിട്ടാവുന്ന കട്ടിംഗ് ചായകൾക്ക് നല്ല ഡിമാൻഡാണ് നഗരത്തിൽ. തിരക്ക് പിടിച്ച ജീവിതം നയിക്കുന്ന നഗരവാസികൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന കട്ടിംഗ് ചായകൾ കുറച്ചൊന്നുമല്ല ഉന്മേഷം പകരുന്നത്. മുംബൈയുടെ സ്പന്ദനം ലോക്കൽ ട്രെയിനുകളാണെങ്കിൽ മുംബൈയുടെ ഊർജ്ജമാണ് വഴിയോര ചായക്കടകൾ. രാവിലെ സൂര്യനുദിക്കും മുന്നേ ജീവിതത്തിന്റെ അർത്ഥം തേടി ബാഗം തൂക്കി പുറത്തിറങ്ങുന്ന മുംബൈ വാസികൾക്ക് ചൂട് പകർന്നു നൽകുന്നത് കട്ടിംഗ് എന്ന പേരിൽ വിൽക്കുന്ന ചായയാണ്. ചില്ലു ഗ്ലാസിൽ ഊതി ഊതി കുടിക്കുന്ന ആ ചായയുടെ കടുപ്പത്തിനനുസരിച്ചായിരിക്കും മുംബൈ വാസികളുടെ ദിവസഫലം എന്നൊരു വിശ്വാസമുണ്ട്. മുംബൈയിലെ വഴിയോരങ്ങളിൽ എല്ലാ തരക്കാരും ഒരുപോലെ സന്ധിക്കുന്ന സ്ഥലം. അവിടെ വലിപ്പ ചെറുപ്പങ്ങളില്ല, ജാതിഭേദങ്ങളില്ല, രാഷ്ട്രീയ ചായ്വുകളില്ല. തിളച്ചുമറിയുന്ന ചായയിൽ മധുരവും പാലും ഇഞ്ചിയും ഏലക്കയും അലിഞ്ഞു ചേരും പോലെ ഇവിടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നുള്ളവരും ഒത്തുചേരുന്നു. अच्छा चाय लगता है सर, 5 रुपए में क्या दे रहेगा? 5 रुपए में आम आदमी के लिए चाय दे रहा है, अच्छा है ना? പല കോർപ്പറേറ്റ് മീറ്റിംഗുകളും നടക്കുന്നത് വഴിയോരത്തെ ഈ കട്ടിംഗ് ചായ കുടിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയല്ല. മുംബൈയിലെ ഓരോ 1/2 കിലോമീറ്ററിലും ഇത്തരം 1-2 വഴിയോര ചായക്കടകൾ കാണാം. രാവിലെ 5 മണിക്ക് സജീവമാകുന്ന ഈ ചായക്കടകൾ രാത്രി വൈകും വരെ പ്രവർത്തന നിരതമായിരിക്കും. 5 സ്റ്റാർ ഹോട്ടലുകളിൽ 100-200 രൂപയ്ക്ക് പാലും പഞ്ചസാരയും ചേർത്ത് സ്വയം തയ്യാറാക്കി കുടിക്കുന്ന ചായയിൽ കിട്ടാത്ത ആനന്ദവും സംതൃപ്തിയും 5 രൂപയ്ക്ക് റോഡിൽ നിന്നുകൊണ്ട് കുടിക്കുന്ന കട്ടിംഗ് ചായക്ക് കിട്ടുന്നു. കാരണം ഇവിടുത്തെ വലിയ വലിയ ഹോട്ടലുകളിൽ കയറി കഴിഞ്ഞാൽ 25 രൂപ തൊട്ട് 40 രൂപ വരെയാണ് ഇന്നത്തെ ചായയുടെ. അതേ സ്ഥാനത്ത് അതിലും നല്ല ചായ നമ്മളുടെ മുമ്പിൽ വെള്ളം തിളപ്പിച്ച് ചായ അത് കുറുക്കി തരുന്ന ഈ ചായക്ക് കട്ടിങ്ങിന് 5 രൂപയാണ് അവർ വാങ്ങുക. മായമോ കൃത്രിമങ്ങളോ കാണിക്കാതെ നമ്മുടെ മുന്നിലെ പാത്രത്തിൽ തിളച്ചു പൊന്തുന്ന ചായ ചൂടോട് ഗ്ലാസ്സിലേക്ക് പകർന്നു തരുമ്പോൾ വിൽപ്പനക്കാരന്റെ മുഖത്തും സംതൃപ്തി നിറയുന്നു. മുംബൈയുടെ സ്പന്ദനങ്ങളിൽ അവിഭാജ്യ ഘടകമായ ഈ കട്ടിംഗ് ചായ ഗ്ലാസിന്റെ പകുതി മാത്രമാണ് നിറയുന്നതെങ്കിലും കുടിക്കുന്നയാളിന്റെ മനസ്സ് നിറയ്ക്കുന്നു. ആ സംതൃപ്തി തന്നെയാണ് മുംബൈ വാസികൾക്ക് ഈ കട്ടിംഗ് ചായ പ്രിയതരമാകുന്നതും. ഓൾ താനെ മലയാളി അസോസിയേഷന്റെ വാർഷികാഘോഷ ചടങ്ങുകൾ വിപുലമായ പരിപാടികളോടെ നടന്നു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഓൾ താനെ മലയാളി അസോസിയേഷൻ വാർഷികം ആഘോഷിച്ചു. താനെ RJ ബൊങ്കട്ട് ഹാളിൽ നടന്ന ചടങ്ങിൽ മുംബൈയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. താന മേഖലയിലുള്ള 14 രജിസ്റ്റേർഡ് മലയാളി അസോസിയേഷനുകളുടെ അപെക്സ് ബോഡിയാണ് ആത്മ. സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകയായ ഈ സംഘടന കടുത്ത വരൾച്ചയിൽ ദുരിതം വിതച്ച ലത്തൂരിലെ ഒരു ഗ്രാമം ദത്തെടുക്കുന്നതടക്കമുള്ള നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ്.
വാർഷികാഘോഷ പരിപാടിയോടനുബന്ധിച്ച് SSC, HSC പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. വൈകല്യങ്ങളെ അതിജീവിച്ച് ഉന്നത വിജയം സ്വന്തമാക്കിയ സിദ്ധിജ, MBBSന് 2ാം റാങ്ക് കരസ്ഥമാക്കിയ സൗമ്യ R. നായർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ റോയ് ജോൺ മാത്യു മുഖ്യാതിഥിയായിരുന്ന ചടങ്ങിൽ സാമൂഹ്യ പ്രവർത്തകരായ ഉപേന്ദ്ര മേനോൻ, രാജൻ നായർ, രാഗല വിജയകുമാർ എന്നിവർ പങ്കെടുത്തു. മുംബൈ മലയാളി പ്രതിഭകൾക്കായി വിഭാവനം ചെയ്ത ആദ്യ ടെലിവിഷൻ മ്യൂസിക് റിയാലിറ്റി ഷോ അവസാനഘട്ട മത്സരത്തിനായി തയ്യാറെടുക്കുന്നു. ഓഗസ്റ്റിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിൽ വിജയികളെ തെരഞ്ഞെടുക്കും. ഓഗസ്റ്റ് 20 രാവിലെ 10 മണി മുതൽ വാശി വിഷ്ണുദാസ് ഭാവെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അവസാനഘട്ട മത്സരത്തിൽ നിന്നായിരിക്കും വിജയികളെ തിരഞ്ഞെടുക്കുക. അടിപൊളിപ്പാട്ടുകളുമായി ഫാസ്റ്റ് റൗണ്ടും ശാസ്ത്രീയ സംഗീതത്തിൽ മാറ്റുരയ്ക്കാൻ ക്ലാസിക് റൗണ്ടുമായാണ് മത്സര വിഭാഗങ്ങൾ. മുംബൈയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 35 ഗായകർ പങ്കെടുത്ത സംഗീത മത്സരത്തിൽ 3 ഘട്ടങ്ങളിലായി നടന്ന എലിമിനേഷന് ശേഷമാണ് ഫൈനൽ റൗണ്ടിലേക്ക് 6 പേരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു വർഷം പിന്നിടുന്ന സംഗീത മത്സര പരിപാടിയിൽ ഒന്നിനൊന്നും മെച്ചപ്പെട്ട മുംബൈയിലെ 18 ഗായകരാണ് വാശിയേറിയ മത്സരത്തിൽ ഫൈനൽ റൗണ്ട് വരെ എത്തിയത്. രാഹുൽ നായർ, രാജലക്ഷ്മി സോമരാജൻ, ദേവിക അഴകേശൻ, ആശാജി നായർ, അഞ്ജലി നായർ, രാമചന്ദ്രൻ എന്നീ 6 ഫൈനലിസ്റ്റുകളിൽ നിന്നാകും വിജയികളെ തിരഞ്ഞെടുക്കുക. പ്രായപരിധിയില്ലാത്ത സംഗീത മത്സരത്തിൽ 67ന്റെ നിറവിൽ നിൽക്കുന്ന രാമചന്ദ്രനും 13 വയസ്സുകാരി അഞ്ജലിയും ഒരേ വേദിയിൽ മാറ്റുരയ്ക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. ഒന്നാം സമ്മാനമായി 3 ലക്ഷം രൂപയും 2ാം സമ്മാനം 1 ലക്ഷം രൂപയും 3ാം സമ്മാനത്തിന് 50,000 രൂപയുമാണ് സമ്മാനമായി നൽകുന്നത്. പ്രൈസിന് ഇവിടെ വന്നിരുന്ന മത്സരാർത്ഥികൾക്ക് അല്ലേ സാറേ, അവരുടെ നേരത്തെ പറഞ്ഞ പോലെ നെഞ്ചിടിപ്പ് കുറച്ച് കൂടും. എന്താണോ പ്രൈസ് വരാൻ പോകുന്നത്, ഇനിയിപ്പോൾ ഞാൻ ഔട്ട് ആവോ അല്ലെങ്കിൽ ഞാൻ വിൻ ചെയ്യോ, ഇനിയിപ്പോൾ ആ ഗോൾഡ് അല്ലെങ്കിൽ ആ ക്യാഷ് എത്രയാണാവോ, ആ ഒരു നെഞ്ചിടിപ്പ് കുറയ്ക്കേണ്ട ആവശ്യമില്ല, കൂട്ടേണ്ട ആവശ്യമില്ല. എന്തായാലും നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങളെ തേടി വരും. എന്തായാലും ആ ഒരു എമൗണ്ട് 3 lakhs rupees ആണ്. മാത്രമല്ല ഇപ്പോൾ നേരത്തെ എല്ലാവരും പറയുകയുണ്ടായി, മത്സരാർത്ഥികളിൽ എല്ലാവരും വിജയിക്കണമെന്നില്ല. പക്ഷേ ഞങ്ങൾ പറയുന്നു, പങ്കെടുത്തിട്ടുള്ള കുട്ടികൾ എല്ലാവരും തന്നെ വിജയികളാണ്. കാരണം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം, ഇത്രയും വലിയൊരു സ്റ്റേജ്, ഇത്രയും ലോകം അറിയപ്പെടാവുന്ന രീതിയിൽ നിങ്ങൾ ഓരോരുത്തരെയും വളർത്തെടുക്കുന്നതിൽ കൈരളി TVയും പ്രേമേട്ടനും കാണിച്ച ഒരു ആത്മാർത്ഥത, അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഗുഡ്വിൻ്റെ എല്ലാ മെഗാ പ്രോഗ്രാമുകളിലും നല്ലൊരു അവസരം കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരെയും, എല്ലാ കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രേംലാൽ ആൻഡ് ടീം, 15ാമത്തെ കേരള സംസ്ഥാനം എന്ന് വിളിക്കാവുന്ന മുംബൈ മലയാളികളി, അവരുടെ മക്കളിൽ ഉള്ള സരസ്വതി ദേവിയെ പൂവിട്ട് പൂജിച്ച് ഇവിടെ അരങ്ങത്ത് കൊണ്ടുവരാനായിട്ട് ഇവർ രണ്ടുപേരും കൂടി ഒരുക്കുന്ന ഈ സംഗമത്തിന് എത്ര ആശംസ നേർന്നാലും മതിയാവില്ല. കൂടാതെ ആകർഷകമായ മറ്റു സമ്മാനങ്ങളും വിജയികൾക്ക് ലഭിക്കും.
ഒരു മത്സരം എന്നതിനേക്കാൾ ഉപരി മുംബൈയിലെ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനുമായുള്ള വേദി ഒരുക്കുക എന്നതാണ് ഈ ടെലിവിഷൻ പരിപാടിയുടെ ലക്ഷ്യം. അല്ല, ഇന്നത്തെ പത്രത്തിലുണ്ടല്ലോ. എന്തുട്ടാ ചേട്ടാ പത്രത്തില്? നമ്മുടെ ക്ലബിന്റെ വാർഷികം. ഇതെന്താണപ്പ ഇത്ര വലിയ കാര്യോ? ഈ ക്ലബില് വാർഷിക ഓണസദ്യയിലാണ്ട് വേറെ എന്തെന്നാ ഇല്ലത്? അല്ല, ഇതെന്താ ഇപ്പൊ ഇത്ര പത്രത്തിൽ കൊടുക്കാൻ? പിന്നല്ലാതെ സൂപ്പർ സ്റ്റാർ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്നും പോകുന്നില്ലേ സെൽഫി എടുക്കാനോന്ന്? അതെ, നിങ്ങൾ ആരും പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. സെൽഫിക്കാരൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അത് ശരിയാട്ടോ, ഇപ്പൊ സെൽഫിക്കും വേണം അഡ്വാൻസ് ബുക്കിംഗ്. നമ്മൾ ശബരിമലക്ക് പോകുന്ന പോലും അയ്യപ്പനെ കൂടി സെൽഫി എടുക്കാനല്ലേ? പിന്നല്ലാണ്ട് സന്നിധാനത്ത് നിന്ന് ഫേസ്ബുക്കിൽ ലൈവ് അല്ലേ? ഈ സെൽഫിയുടെ കാര്യം പറഞ്ഞപ്പോ നമുക്കൊരു കാര്യം ഓർമ്മ. ആര്യ ചേട്ടാ ഓർമ്മ? ഭാര്യയാണോ? അല്ലെന്ന്, അങ്ങനെ ആരുമല്ല. ഇന്നലെ ദാദറിന്ന് ഒരുത്ത ട്രെയിനിൽ നിന്ന് താഴെ പോയി. സെൽഫി എടുത്തപ്പോ വേണമായിരിക്കും. അങ്ങനെയല്ലാന്ന്, ഈ വീണയാളെ രക്ഷിക്കാണ്ട് ആളോട് സെൽഫി എടുത്ത് കളിക്കില്ലെന്ന്. രക്ഷിച്ചാൽ ആരറിയാനാ? ഒരു സെൽഫി എടുത്താ ഫേസ്ബുക്കിൽ ഇട്ടൂടെ? അത് ശരിയാ. പിന്നെ ലൈക്കോട് ലൈക്കായിരിക്കും. ഭാഗ്യം ഉണ്ടെങ്കിൽ അത് വൈറലോ ആവും. എന്തൊക്കെ പറഞ്ഞാലും സെൽഫിയുടെ ഗെറ്റപ്പ് ഒന്ന് വേറെ തന്നെ. എന്ത് ഗെറ്റപ്പ്? ഈ ബാധം പിടിച്ച പോലെ കൊറേ മോന്തകൾ. എന്റെ ഒരു ഫ്രണ്ട് പാമ്പാടി രാജന്റെ കൂടെ സെൽഫി എടുത്തിട്ടുണ്ട്. എന്താ സ്റ്റൈല്! ആരായി പാമ്പാടി രാജൻ? സിനിമ നടനാണോ? അയ്യേ, പാമ്പാടി രാജൻ ആനയാ മാഷേ. ഭയങ്കര ധൈര്യം തന്നെ. ആട്ടെ, പോലെ ഇട്ട് ഒന്ന് കാണാനിക്ക്. കാണാൻ പറ്റില്ല, പുള്ളി സെൽഫി എടുക്കുമ്പോ ആനയുടെ ചവിട്ടുകൊണ്ട് മരിച്ചുപോയി. കഷ്ടം തന്നെ. സാരല്ല, പുള്ളി മറ്റെങ്കിലും സെൽഫി ഇപ്പൊ ഫേസ്ബുക്കിൽ വൈറലാ. പണ്ടൊക്കെ വീട്ടുകാരുടെ ഗ്രൂപ്പ് ഫോട്ടോ കുമ്മറത്ത് തൂക്കിയിടുമായിരുന്നു. ഇപ്പോഴെല്ലാം സെൽഫി ആയി. ആ, ഇപ്പൊ നമ്മൾ ലോകം തന്നെ സെൽഫി ശൈലിയെ മാറ്റി. ആഹാ, സാർ തത്വജ്ഞാനിയല്ലോ. അത് ശരിയാ. ഈ സെൽഫി തന്നെ സെൽഫിഷ് ലോപിച്ചുണ്ടായതല്ലേ? അല്ല പിന്നെ